തിരുവനന്തപുരം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമർദ്ദനം. ഏരൂർ ഭവൻസ് വിദ്യാമന്ദിറിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് മുതിർന്ന വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. സ്കൂൾ അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് 9ാം ക്ലാസ്സുകാരനായ സച്ചിനെ ഉപദ്രവിച്ചത്. സ്കൂൾ ബസ്സിൽ വെച്ചായിരുന്നു തുടക്കം. ശരത് എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് എന്താണ് അതിന്റെ കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴുത്തി പിടിച്ചിട്ട് എന്നെ താഴ്ത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എണീറ്റ് വരുമ്പോൾ അശ്വിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ പുറകെ നിന്ന് വന്നതിന് ഉന്തി. അപ്പോൾ എൻ്റെ കൺട്രോൾ ഞാൻ ശരിക്കും താഴത്തേക്ക് വീണു. പിന്നെ ഞാൻ എണീക്കാൻ ശ്രമിക്കും തോറും ഓരോ ആൾക്കാരും വന്നിങ്ങനെ ഉന്തി താഴത്തേക്ക് കിട്ടും. പിന്നെ മുഖത്തിനിട്ട് അടിക്കുകയൊക്കെ ആയിരുന്നു. എന്നാൽ കുറേ നേരം അടിച്ച് എൻ്റെ അവസാനം എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അദ്ന എന്ന് പറഞ്ഞ അവൻ വന്ന് ചേട്ടന്മാരെ അവൻ പാവ പ്ലീസ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് എന്നെ മാറ്റിക്കൊണ്ടുപോയി. സച്ചിനെ മർദ്ദിച്ചതിന് പരാതി പറഞ്ഞപ്പോഴാണ് ബെൻ ജോസഫിന് നേരെ അക്രമമുണ്ടായത്. മുതിർന്ന വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ബെന്നിനെ മർദ്ദിക്കുകയായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് മെൽവിൻ എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ ബാത്റൂമിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഓടി വന്നിട്ട് എൻ്റെ കഴുത്തിനിട്ട് പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി. ഇങ്ങനെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഈ അരവിന്ദ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനും വീട് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഹരീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ വന്നു. ഹരീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ പുറത്തുനിന്ന് വന്നിട്ട് എൻ്റെ ഒരു ചെകിടത്തിട്ട് അടിച്ചു. നല്ല വേന ഉണ്ടായിരുന്നു. നല്ലോണം അടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഹിഷാം എന്ന് പറഞ്ഞ ചേട്ടൻ ഹിഷാം എന്ന് പറഞ്ഞ ചേട്ടൻ വന്നിട്ട് ഇരു ചെകിടത്തും നല്ലോണം അടിച്ചു. അപ്പോൾ എനിക്കെന്നോ അങ്ങനെ മൈൻഡ് ഷെയ്ക്കായിരുന്നു. സച്ചിന്റെയും ബെന്നിന്റെയും മാതാപിതാക്കൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കുറ്റം ചെയ്തവരെ ചോദ്യം ചെയ്യാനോ നടപടിയെടുക്കാനോ തയ്യാറായില്ല. മറിച്ച് റാഗിംഗ് നടന്നിട്ടില്ലെന്ന് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഭവൻ സ്കൂൾ ചെയർമാൻ ജസ്റ്റിസ് TL വിശ്വനാഥ അയ്യറിന് പരാതി നൽകിയപ്പോൾ ഇത് കാര്യമാക്കേണ്ടെന്നായിരുന്നു പ്രതികരണം. ഇതൊക്കെ സ്വാഭാവികമാണെന്നും കണ്ടില്ലെന്ന് നടിക്കണമെന്നുമാണ് അദ്ദേഹം ഉപദേശിച്ചത്. തൃപ്പൂണിത്തുറ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് റാഗിങ്ങിനിരയായ 2 പേരെയും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ഷെമിൻ, റിപ്പോർട്ടർ, കൊച്ചിൻ.